പാലക്കാട് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പീഡന പരാതി. നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് ദളിത് യുവതിയുടെ പീഡന പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തെത്തി പ്രശോഭ് ബലമായി പീഡിപ്പിച്ചുവെന്ന യുവതി പരാതിപ്പെട്ടു. ജോലിയുടെ അഭിമുഖത്തിനായി പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കാറിൽ കയറ്റിയും പീഡിപ്പിച്ചുവെന്നും യുവതി പറയുന്നു. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറായ പ്രശോഭിൻ്റെ മുകളിലാണ് എതിരാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തോന്ന് വെച്ചാൽ ഇയാൾ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പെരുമാറിയായിരുന്നു. ഇതിനു മുമ്പായിട്ട് പ്രശോഭിൻ്റെ അച്ഛനും കൂടിയിട്ട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഫുള്ളും നിൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ കാര്യത്തിന് ഞാൻ പ്രശോഭിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സോൾവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സും കൂടി കഴിഞ്ഞ സമയത്ത് ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഒരു ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജോലിയുടെ കാര്യമല്ല ഇയാൾ സംസാരിച്ചത്, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ വേറെ രീതിയിലായിരുന്നു സംസാരിച്ചത്. റൂമിൽ ആരുമില്ലാത്ത സമയത്ത് കയറി വരികയും ബലപ്പെടുത്തിയായിരുന്നു ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നത് കൂടി എനിക്കറിയില്ല. ഇയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ബലപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്കൊക്കെ MP MLA ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. ജോലിയൊക്കെ എനിക്കതൊരു കാര്യമേ ഇല്ല, ഇപ്പം സെറ്റാക്കി തരാം, നീ പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ എടുത്തിട്ടും 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ പേടിച്ചിട്ട് ഈ ചെയ്താലേ പറ്റത്തുള്ളൂ. തെളിവുകൾ ഓ എല്ലാം എന്തൊക്കെയാണുള്ളത് മനസ്സിലായില്ല. എന്തൊക്കെയാണ് തെളിവുകളുള്ളത്? വീഡിയോ ഉണ്ട്. ഇയാളിങ്ങനെ ചെയ്തപ്പോൾ ഇയാളുടെതിരെ എന്തെങ്കിലും എൻ്റെ അടുത്ത് വേണ്ടേ? അത് കാരണം ഇയാൾക്ക് അറിയേണ്ടതിന് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പീരിയഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇതായി എന്ന് പറഞ്ഞപ്പോൾ ശരി കൺസിഡർ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും ഇയാൾ പറഞ്ഞു. പക്ഷെ എനിക്ക് എല്ലാ മാസവും കറക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇയാൾ പിന്നെ ടെസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് സംഭവം അത് വാങ്ങിച്ചു കൊടുത്തു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കുടമാണ് കാണിച്ചത്. ഇയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവാണ്, കാര്യമാക്കേണ്ട കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും 2ാമത്തെ മാസം ആയിട്ടും എനിക്കായിട്ടില്ല. അത് പറഞ്ഞപ്പോൾ ശരി ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ അവിടെ വെച്ചിട്ട് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പുറത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പട്ടാമ്പി സ്വപ്നൂർ അവിടെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു 2ാമത്തെ പീഡനം. ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ആക്രമണം ഭയന്ന മൊബൈൽ ദൃശ്യങ്ങൾ ശേഖരിച്ചുവെന്നും അതിജീവിത പറഞ്ഞു. പ്രശോഭിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകി. ലൈംഗിക പീഡന പരാതിക്കിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA താമസിക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രശോഭ്. പാലക്കാട് തിരിച്ചെത്തിയ രാഹുലിനെ ആദ്യം ചെന്ന് സ്വീകരിച്ചതും പ്രശോഭിന്റെ നേതൃത്വത്തിലായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.